everyone, welcome to a new video Success Academy's YouTube channel. ഈ അടുത്ത് SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ ഫേസ് 12 എക്സാമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വർഷം നടന്ന ഫേസ് 11 എക്സാമിൻ്റെ മെട്രിക്കുലേഷൻ ലെവലിലുള്ള എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, if the cost price is 66% of the selling price, then what is the profit percentage? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ 66% ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലാഭം എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സെല്ലിംഗ് പ്രൈസിന് 100 ആണെന്ന് വിചാരിക്കാം. സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും? സെല്ലിംഗ് പ്രൈസിൻ്റെ 66%. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 100 ആണ്. 100ൻ്റെ 66% എത്ര തന്നെയാണ്? 66 തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസും കിട്ടി, സെല്ലിംഗ് പ്രൈസും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. അപ്പോൾ എത്ര വരും? 100 മൈനസ് 66 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 66 ആണ് ഇൻറ്റു 100. 34 ഡിവൈഡഡ് ബൈ 33 34 ഡിവൈഡ് ബൈ 66 ഇൻറ്റു 100 ആണ്. 2 വച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 17ഉം 33യും വന്നു. 1700 ബൈ 33 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 51.51 എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3, 51.52 ആണ് ആൻസർ. ഒരു എന്താ പറഞ്ഞേക്കുന്നത്, 2 ഡെസിമൽ പ്ലേസ് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ എത്ര വരും? 51.52. അടുത്തത്, an item is bought on a condition that 3 equal installments of rupees 3,993 are to be paid at a rate of 10% compound interest compounded annually. The cost of the item is. ഒരാൾ ഒരു സാധനം മേടിക്കാൻ നേരത്ത് എന്ത് കണ്ടീഷനിലാണ് മേടിക്കുന്നത്? ഇതിൻ്റെ തുക, വാങ്ങിച്ച സാധനത്തിൻ്റെ തുക എന്ന് പറയുന്നത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും തുക തന്നിട്ടുണ്ട് 3,993 രൂപയാണ്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് കണക്ക് കൂട്ടുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്, 10% പലിശ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പല മെത്തേഡും പഠിച്ചിട്ടുണ്ട് അല്ലേ? നെറ്റ് റേറ്റ് കണ്ടിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സക്സസീവ് ചേഞ്ചിലൂടെ ചെയ്യാൻ പറ്റും, ട്രീ മെത്തേഡ് കൂടി ചെയ്യാൻ പറ്റും. അങ്ങനെ പല മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് സക്സസീവ് ചേഞ്ച് മെത്തേഡ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നിരിക്കുന്ന റേറ്റിന് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പോൾ 10%ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/10 ആണ്. എന്നിട്ട് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂവിന് എന്താക്കി കൺസിഡർ ചെയ്യുക? പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്ററിൽ എത്ര വന്നു? 10 ആണ്. 10 ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇനി എമൗണ്ട് എന്ന് പറയുന്നത് എന്തെടുക്കണം? ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. 10 + 1 11. ഇത് ആദ്യത്തെ വർഷം. എഗെയിൻ രണ്ടാമത്തെ വർഷം 10 11ആയി. മൂന്നാമത്തെ വർഷം 10 11ആയി. ഇനി ആദ്യത്തെ വർഷത്തിൻ്റെത് ഒന്നും ചെയ്യേണ്ട. രണ്ടാമത്തെ വർഷത്തിൻ്റെ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ എടുക്കണം. നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആകുമ്പോൾ ക്യൂബ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ ക്യൂബ്. ഇതെടുത്ത് നമുക്ക് എത്രയൊക്കെ വാല്യൂ വരും? ആദ്യത്തിന് മാറ്റമില്ല, 10 11 തന്നെ. രണ്ടാമത്തേത് 100 121. മൂന്നാമത്തേത് 1000 1131. ഇങ്ങനെയാണ് വരിക പ്രിൻസിപ്പിൾ എമൗണ്ട്. അപ്പോൾ ഈ എമൗണ്ടിനെയാണ് എന്ത് പറഞ്ഞേക്കുന്നത്? ഇവർ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം എന്ന് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1331 ആണ്. നമുക്ക് എല്ലാത്തിനും ഒരേ വാല്യൂ ആക്കണം. ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 11നെ 121നെയും 1331 ആക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 11നെ ഇൻറ്റു 121 ചെയ്ത് കഴിഞ്ഞാൽ 1331 ആകും. അതേപോലെ 121നെ 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ വാല്യൂ ആകും. അപ്പോൾ നമ്മൾ ഇവിടെ 11നെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ആരെയും ചെയ്യണം? 10നെയും ചെയ്യണം. 120നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 100നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയാണ്. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വരുന്ന വാല്യൂസ് എത്രയൊക്കെ വരും? ആദ്യത്തേത് 121 × 10 എന്ന് പറയുമ്പോൾ 1210. ഇവിടെ 1331. ഇവിടെയെങ്കിൽ 11 0 0 1331. ഇവിടെ 1000 1331. ഇപ്പോൾ എന്തായി? ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയല്ലോ. എല്ലായിടത്തും ഒരേ തുകയാണ് അടയ്ക്കുന്നത്. ഈ തുകയുടെ ഇത് നമുക്ക് റേഷ്യോ വെച്ചിട്ട് കിട്ടിയേക്കുന്ന ഒരു യൂണിറ്റാണ്. ഇതല്ല ആക്ച്വൽ വാല്യൂ. നമുക്ക് കിട്ടിയേക്കുന്നത് 1331 യൂണിറ്റാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ് കിട്ടിയേക്കുന്നത്. ഈ കാണുന്നതാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് എന്ത്? 3993 രൂപ. നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ശരിക്കും വാല്യൂ ആണ് എത്ര? 3993
993 രൂപ. അതായത് 1331 രൂപയാണ് ഈക്വലായിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആണ് ഈ പറയുന്ന 3000 സംതിങ് ആ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3 വരും. 3993 ബൈ 1331 ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക. അതായത് ഒരു യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ രൂപ എന്ന് പറയുന്നത് 3 രൂപയാണ്. നമ്മളോട് ചോദിച്ചു വെക്കുന്നത് കോസ്റ്റ് പ്രൈസ്, അതായത് ആദ്യമുള്ള പ്രിൻസിപ്പിളാണ് നമുക്ക് കാണേണ്ടത്. അത് എത്രയാണ് ആഡ് ചെയ്യുമ്പോൾ വരിക? 0, 1, 3, 3. ഇത്രയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വാല്യൂ. ഇത്രയും യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് 3 ആണെങ്കിൽ ഇത്രയും യൂണിറ്റ് എത്ര വരും? ഇതേ ഇൻറ്റു 3. 0,399 റുപ്പീസ്. 9930 രൂപയായിരുന്നു ആ പറയുന്ന ഐറ്റത്തിൻ്റെ ഒറിജിനൽ വാല്യൂ. മനസ്സിലായല്ലോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് കാണുന്ന മെത്തേഡായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന റേറ്റിന് ഫ്രാക്ഷനാക്കി എഴുതാം. എന്നിട്ട് ഡിനോമിനേറ്ററിനെ പ്രിൻസിപ്പിളായിട്ടും ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്ററിനെ എമൗണ്ട് ആയിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ 10, 11, 10, 11, 10, 11 വരും. ഇനി ആദ്യത്തെ വർഷത്തിന് ഒന്നും ചെയ്യേണ്ട. രണ്ടാമത്തെ വർഷത്തിൻ്റെ സ്ക്വയർ എടുക്കുക, മൂന്നാമത്തെ വർഷത്തിൻ്റെ ക്യൂബ് എടുക്കുക. അതിനുശേഷം ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എമൗണ്ടിനെയാണ് നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ എമൗണ്ടിൻ്റെ താഴെ വരുന്ന വാല്യൂസിന് എന്താക്കണം? ഒരേ വാല്യൂ ആക്കണം. അപ്പോൾ നമ്മൾ ഒരേ വാല്യൂ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും ശരിക്കും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3993 രൂപ. അപ്പോൾ ഇതിൽ 1133 എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? ഈ പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് 3 കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ്, അതായത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3310 യൂണിറ്റ് എന്ന് കിട്ടും. ഒരു യൂണിറ്റ് 3 ആണെങ്കിൽ 3310 എത്ര യൂണിറ്റ് ആയിരിക്കും? അതേ ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 4 എന്ന് ആൻസർ കിട്ടും. അടുത്തത്, if the cost price is 94% of the selling price, then find the profit percentage. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ 94% ആണെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. നേരത്തെ പോലെ തന്നെ സെല്ലിംഗ് പ്രൈസിന് 100 കൺസിഡർ ചെയ്തു. സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും? ഇതിൻ്റെ 94%. 100ൻ്റെ 94% എത്ര തന്നെയാണ്? 94 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന പ്രോഫിറ്റ് എത്രയാണ്? 6 യൂണിറ്റാണ് പ്രോഫിറ്റ് വരിക. 100 മൈനസ് 94, 6 പ്രോഫിറ്റ്. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരും? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, 3/47 അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര ആൻസർ വരിക? വരുന്ന ആൻസർ 6.3 സംതിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ എത്ര വരും? 6.4% എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, food is available for 27 days for 35 students in a hostel. For how many days will this food be sufficient for 45 students? കുറച്ച് ഭക്ഷണ പദാർത്ഥമുണ്ട്. ഇതെന്താണ്? 35 കുട്ടികൾക്കാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ 27 ദിവസം വരെ അത് നിൽക്കും. അങ്ങനെയാണെങ്കിൽ 45 കുട്ടികളാണ് അവിടെ ഉള്ളെങ്കിൽ എത്ര ദിവസമായിരിക്കും ഈ പറയുന്ന ഫുഡ് തികയുക? അതാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫുഡ് ഐറ്റം എത്ര വരും? ടോട്ടൽ ഫുഡ് ഈക്വൽ ടു എത്ര പേരുണ്ട്? 35 പേരുണ്ട്. എത്ര ദിവസം വെച്ച് കൊടുക്കണം? 27 ദിവസം കൊടുക്കണം. 35 × 27 അവിടെയുള്ള ടോട്ടൽ ആ ഒരു ഫുഡിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 45 കുട്ടികൾ എത്രയോ ദിവസം, നമുക്കറിയില്ല, എന്നൊന്ന് കൊടുത്തു. കാരണം എന്താ? ഒരേ എമൗണ്ട് ഫുഡിൻ്റെ കാര്യം പറയുന്നത്. ആദ്യത്തെ കേസിലാണെങ്കിൽ 35 കുട്ടികൾക്ക് 27 ദിവസം. രണ്ടാമത്തെ കേസിൽ അത്രയും തന്നെ മെറ്റീരിയൽ, അത്രയും തന്നെ ഫുഡ് 45 കുട്ടികൾക്ക് എത്രയോ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 5 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 7 വരും, ഇവിടെ 9 വരും. 27 കട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി? 7 × 3 21. അപ്പോൾ 45 കുട്ടികളാണെങ്കിൽ എത്ര ദിവസത്തേക്ക് തികയുള്ളൂ? 21 ദിവസത്തേക്കാണ് തികയുള്ളൂ. ക്ലിയർ ആയല്ലോ? In a circular race along a track of length 3600 meter, X and Y run at speeds of 27 km/h and 45 km/h respectively. Suppose they start at the same time and in the same direction. When will they meet again at the starting point? ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്. 3600 മീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതിൽ എക്സും വൈയും ഒരേ സമയത്ത് ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ഡിറക്ഷനിലേക്ക് റൺ ചെയ്യാണ്. അവർ രണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 27 km/h 45 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എത്ര സമയം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക? അപ്പോൾ ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടൈം ഇസ് ഈക്വൽ ടു സമയമാണ് കാണേണ്ടത്. അപ്പോൾ സമയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്?
ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. പക്ഷേ ഇവിടുത്തെ സ്പീഡിന് എന്തൊരു വ്യത്യാസമുണ്ട്? എന്താ? റിലേറ്റീവ് സ്പീഡാണ് വരിക. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് കൂടിയാണ് ഓടുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? ഇവർ രണ്ടുപേരുടെയും സ്പീഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. അതായത് വൈൻ്റെ സ്പീഡ് മൈനസ് എക്സിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ എക്സിൻ്റെ സ്പീഡ് വൈൻ്റെ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ലെങ്ത് തന്നേക്കുന്നത് മീറ്ററിലാണ്, ടൈം ഓപ്ഷനിൽ തന്നേക്കുന്നത് സെക്കൻഡിലാണ്, പക്ഷേ സ്പീഡ് തന്നേക്കുന്നത് എന്തിലാണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക? തന്നിരിക്കുന്ന വാല്യൂവിനെ ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ള വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3600 മീറ്റർ ഡിവൈഡഡ് ബൈ 45 മൈനസ് 27. 45 മൈനസ് 27 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 18 ആണ് ആൻസർ കിട്ടുക. 18 എന്താണ്? 18 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിന് എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റു 5/18 ആണ്. ഈ 18 അങ്ങോട്ടേക്ക് വരും, മുകളിലേക്ക് പോകും. അപ്പോൾ 18 കട്ടായിപ്പോയി. 3600 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 720 സെക്കൻഡ്. അപ്പോൾ 720 സെക്കൻഡിന് ശേഷമാണ് ഇവർ മീറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അടുത്തത് എ, ബി ആൻഡ് സി സെപ്പറേറ്റ്ലി കംപ്ലീറ്റ് എ വർക്ക് ഇൻ 20, 25 and 30 days respectively. If A works on the first day alone, B on second day alone, and C on the third day alone, and this sequence goes on further, in how many days will the entire work be finished? എയും ബിയും സിയും കൂടി ഒറ്റയ്ക്കൊരു ജോലി ചെയ്യാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര ദിവസം വേണം? 20 ദിവസം, 25 ദിവസം, 30 ദിവസം. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ആദ്യത്തെ ദിവസം എ ഒറ്റയ്ക്ക് പണിയെടുത്തു, രണ്ടാമത്തെ ദിവസം ബി മാത്രം വന്നിട്ട് ബി ഒറ്റയ്ക്ക് പണിയെടുത്തു, മൂന്നാമത്തെ ദിവസം സി മാത്രം പണിയെടുത്തു. എന്നിട്ട് ഈ ഒരു സർക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് വർക്കും ചെയ്ത് തീർക്കാൻ പറ്റും? അപ്പോൾ എങ്ങനെ ടൈം ആൻഡ് വർക്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം? ആദ്യം നമ്മൾ 3 പേരുടെയും സമയം എഴുതാം. 20, 25, 30. എന്നിട്ട് ഈ 3 സംഖ്യകളുടെയും LCM ആയിട്ടുള്ള ഒരു സംഖ്യനെ എന്താക്കി കൺസിഡർ ചെയ്യുക? ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് ഡേയ്സ് ആണ്, നമ്പർ ഓഫ് ഡേയ്സ്. ടോട്ടൽ വർക്ക് എത്ര വരും? 20, 25, 30. ഇതിൻ്റെ LCM എത്രയായിരിക്കും? LCM 300 ആണ് ഇതിൻ്റെ LCM. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കിട്ടുമല്ലോ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ 300/20, 300/20 ചെയ്യുമ്പോൾ 15 വരും. ഇവിടെയാണെങ്കിൽ 300/25 എന്ന് പറയുമ്പോൾ 12 ആണ്. 300/30 10 ആയി. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും എന്ത് കിട്ടി? എഫിഷ്യൻസി കിട്ടി. ഇനി ആദ്യത്തെ ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യത്തെ ദിവസം എ മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം എ വർക്ക് ചെയ്തു, എത്ര യൂണിറ്റ്? 15 യൂണിറ്റ്. രണ്ടാമത്തെ ദിവസം ആര് വന്ന് വർക്ക് ചെയ്തു? ബി മാത്രം വർക്ക് ചെയ്തു, എത്ര യൂണിറ്റ് വർക്ക്? 12 യൂണിറ്റ് വർക്ക്. മൂന്നാമത്തെ ദിവസം ആര് വന്നു? സി മാത്രം വന്ന് വർക്ക് ചെയ്തു, 10 യൂണിറ്റ് വർക്ക്. അപ്പോൾ ടോട്ടൽ എത്രയായി? 37 യൂണിറ്റ് വർക്കായി. എത്ര ദിവസം കൊണ്ട്? 3 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പോൾ 3 ദിവസം കൊണ്ട് 37 വർക്കായി അല്ലേ? 37 വർക്കായി. നമുക്ക് ടോട്ടൽ എത്ര വർക്കുണ്ട്? 300 വർക്കാണുള്ളത്. അപ്പോൾ 37ൻ്റെ 300ൻ്റെ അടുത്തുള്ളൊരു മൾട്ടിപ്പിൾ ഏതെങ്കിലും നോക്കുക. അപ്പോൾ എന്താണ്? 37 × 8 ചെയ്ത് നോക്കാം. 37 × 8 ചെയ്യുമ്പോൾ 56, 24, 296 എന്ന് വരും അല്ലേ? 37 × 8 ആണ് 300ൻ്റെ ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡേയ്സിലും 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വന്നു? 24 ദിവസം കൊണ്ട് ഇവർ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും? 296 ദിവസം, 296 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. ഇനി 25ാമത്തെ ദിവസം ആര് വരുന്നത്? എ ആണ് വരുന്നത്. എയുടെ എഫിഷ്യൻസി 15 ആണ്. പക്ഷെ നമുക്ക് എത്ര യൂണിറ്റും കൂടി ബാക്കിയുള്ളൂ? ടോട്ടൽ 300 ൽ നിന്ന് 290 ചെയ്തു. ഇനി 4 യൂണിറ്റ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം? ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് പെൻഡിങ് വരുന്നത് 4 ആണ്. എയുടെ എഫിഷ്യൻസി 15 ആണ്. പിന്നെ അടുത്ത ദിവസം ഒരു ഫുൾ ഡേ ഇവർക്ക് വേണ്ട, പകരം എത്ര മതി? 4/15 മതി. ടോട്ടൽ എത്ര ദിവസം വരും? ഇവിടുത്തെ 24 ഉണ്ട്, ഇപ്പോൾ വന്ന 4/15 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസമാണ്? 24, 4/15. 24, 4/15 ദിവസം. ഓപ്ഷൻ നമ്പർ എ ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത്, വെങ്കട്ട് സ്പെൻഡ് 65% of his income and is able to save 1100 per month. His monthly expenses is are. Okay. വെങ്കട്ട് 65%
ഇൻകത്തിൻ്റെ 65% എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസ് 65%. ടോട്ടൽ ഇൻകം എത്രയായിരിക്കും, 100% ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാണ്, 100 മൈനസ് എക്സ്പെൻസിൻ്റെ വാല്യൂ ആയിട്ടുള്ള 65. 35% എന്ത് ചെയ്യുന്നത്, വെങ്കിട്ട് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നത് എത്ര രൂപയാണ്, 1200 രൂപ. പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 35%. അപ്പോൾ എന്ത് ചെയ്യാം, 35% ഈസ് ഈക്വൽ ടു 1100 രൂപ. അങ്ങനെയെങ്കിൽ 1% എത്ര വന്നു, 1100/35. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇൻകം കാണാനല്ല, എക്സ്പെൻസ് കാണാനാണ്. എക്സ്പെൻസ് എത്രയാണ്, 65%. അപ്പോൾ 1% എത്രയാണെങ്കിൽ 65% എത്ര വരും, 1100 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 65. 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 7 വന്നു. ഇവിടെയാണെങ്കിൽ 220 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രയൊക്കെ ആൻസർ കിട്ടുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. 2042 രൂപ 8.5 രൂപയാണ് എന്ത്, വെങ്കിട്ടിൻ്റെ എക്സ്പെൻസസ്. ക്ലിയർ ആയല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചുമ്മാ പെർസെൻറ്റേജ് എടുത്തിട്ട് ചെയ്താൽ മതി. അടുത്തത്, ക്ലാസ് എ ഹാസ് 20 സ്റ്റുഡൻസ് സ്കോറിംഗ് ആവറേജ് മാർക്സ് ഓഫ് 75 ആൻഡ് ക്ലാസ് ബി ഹാസ് 30 സ്റ്റുഡൻസ് സ്കോറിംഗ് ആവറേജ് മാർക്ക് ഓഫ് 60. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ബോത്ത് ദ ക്ലാസ് ടുഗെദർ? ക്ലാസ് എയിൽ 20 കുട്ടികളുടെ ആവറേജ് മാർക്ക് 75ഉം ക്ലാസ് ബിയിൽ 30 കുട്ടികളുടെ ആവറേജ് 60ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫുൾ ക്ലാസ് എയും ബിയും കൂട്ടിയിട്ട് രണ്ട് ടീമിൻ്റെയും കൂടിയിട്ട് ആവറേജ് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ കണ്ടത്? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കാണുന്നത്. ടോട്ടൽ ആവറേജ് ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു x1 പ്ലസ് n2 ഇൻറ്റു x2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇതിൽ n1 n2 എന്താണ്? രണ്ട് ടീമിലെ ടോട്ടൽ ആളുകളുടെ എണ്ണമാണ്. എക്സ് എന്ന് പറയുന്നത് x1 x2 അവരുടെ ആവറേജ് ആണ്. അപ്പോൾ ഈ കിട്ടുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഈക്വൽ ടു ആദ്യത്തെ കേസിൽ 20 ഇൻറ്റു 75 പ്ലസ് 30 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 50. അപ്പോൾ 1500 പ്ലസ് 1800 3300 ഡിവൈഡ് ബൈ 50. എത്രയാണ് വരിക ആൻസർ? 66. അപ്പോൾ 66 രണ്ട് ക്ലാസ്സിൻ്റെയും കൂടി കൂട്ടിയിട്ടുള്ള ആവറേജ്. അടുത്തത്, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ്, ഓക്കെ, ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് വെച്ചിട്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് സം എടുത്ത് നോക്കാം. 10373, 24871, 14 35,244. അപ്പോൾ എന്താണ് ഇത്? സം എടുത്ത് നോക്കാം. സം എടുക്കുമ്പോൾ 10, 14, 18 സം വരിക. അപ്പോൾ എന്തായി? ഇതെന്തായാലും 3ൻ്റെ മൾട്ടിപ്പിളാണ്. 3ൻ്റെ ആണ് 9ൻ്റെ മൾട്ടിപ്പിളാണ്. അതെന്താ? സം എന്ന് പറയുന്നത് 9ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിളാണ്. പക്ഷെ 9 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്കത് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. പിന്നെന്താ? 3 ഇല്ല. പക്ഷെ 3 × 2 ആണ് 6 അല്ലേ? 6ൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളാണെന്ന് മനസ്സിലായി. 2ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നത് എപ്പോഴാണ്? ഈവൻ നമ്പേഴ്സ് എല്ലാം 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യ 3ൻ്റെയും 2ൻ്റെയും മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 6ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, ദ ഇൻറ്റേർണൽ and external diameter of a hollow hemispherical ball are 6 cm and 10 cm respectively. If it is melted and recast into a solid cylinder of diameter 14 cm, what is the height of the cylinder in centimeter? ഒരു ഹോളോ ഹെമിസ്ഫിയർ, അതിൻ്റെ ഇൻറ്റേർണൽ റേഡിയസ് അല്ല തന്നേക്കുന്നത്, ഡയമീറ്റേഴ്സാണ്. ഇൻറ്റേർണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ഹെമിസ്ഫിയറിനെ മെൽറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? സിലിണ്ടറാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് വെച്ചേക്കുന്നത്, ഡയമീറ്റർ കണ്ടിട്ടുണ്ട് 14 cm. അപ്പോൾ നമ്മൾ ഏത് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഇതുപോലെ സിലിണ്ടറോ സ്ഫിയറോ ക്യൂബോ എന്തെങ്കിലും മെൽറ്റ് ചെയ്ത് മറ്റൊന്നാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് രൂപങ്ങളുടെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വോളിയം കണ്ടിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 4/2/3 πr³ ആണ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ.
പക്ഷേ ഇവിടെ എന്താ ഹോളോ ഹെമിസ്ഫിയറാണ്. ഹോളോ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്, ക്യാപിറ്റൽ ആർ ക്യൂബ് മൈനസ് സ്മോൾ ആർ ക്യൂബ്. ഇതിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഡിയസും സ്മോൾ ആർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റേഡിയസുമാണ്. ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഇതിൽ എച്ച് മാത്രമാണ് നമുക്ക് അറിയില്ലാത്ത വാല്യൂ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയും എന്തെങ്കിലും കട്ട് ചെയ്യപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു ആർ ക്യൂബ് എത്രയാണ്? ഡയമീറ്റർ 6ഉം 10ഉം ആണ്. അപ്പോൾ റേഡിയസ് എത്ര വരും? ഇതിൻ്റെ പകുതി. എന്തൊക്കെയാണ്? 5 വരും, പിന്നെ 3 വരും. അപ്പോൾ 5ൻ്റെ ക്യൂബ് 125, 3ൻ്റെ ക്യൂബ് 27. അപ്പോൾ എത്രയാണ്? മൈനസ് ചെയ്യുമ്പോൾ വരിക ഇവിടെ നമുക്ക് ആർ ക്യൂബ്, ക്യാപിറ്റൽ ആർ ക്യൂബ്, അതായത് 5 ക്യൂബ് മൈനസ് 3 ക്യൂബ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 98 എന്നാണ് ആൻസർ വരിക. ഈക്വൽ ടു ആർ സ്ക്വയർ എത്രയാണ്? ഡയമീറ്റർ 14 ആണെങ്കിൽ റേഡിയസ് എത്ര വരും? അതിൻ്റെ പകുതി 7 ഇൻറ്റു 7 ഇൻറ്റു ഹൈറ്റ്. 7 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 14, എഗെയിൻ 2 വന്നു. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4/3. 4/3 എന്ന് വരുമ്പോൾ എത്ര ആൻസർ വരിക? 1.333 എന്ന് വരും. ഏതാണ് ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The students in 3 batches of a dance classes are in the ratio 2:3:5. If 2 students increase in each batch, if 20 students increase in each batch, the ratio changes to 4:5:7. Find the total number of students in the 3 batches before the increase. ഒരു ഡാൻസ് ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ റേഷ്യോ 2:3:5 ആണ്. ഇതിലേക്ക് ഓരോ ബാച്ചിലേക്ക് എത്ര കുട്ടികൾ വെച്ച് ചേർന്നു? 20 കുട്ടികൾ വെച്ച് ചേർന്നു. അപ്പോൾ റേഷ്യോ എത്ര വന്നു? 4:5:7 ആയി. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ കുട്ടികൾ വരുന്നതിനേക്കാൾ മുന്നേ ആ ഒരു ബാച്ചിൽ എത്ര കുട്ടികളായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്? അപ്പോൾ ആദ്യത്തെ റേഷ്യോ ഇതാ 2:3:5. ഇത് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസാണെങ്കിൽ എത്രയാണ്? 4:5:7. ഇവിടെ എത്ര കൂടി? 2 കൂടി. ഇവിടെ എത്ര കൂടി? 2 കൂടി. ഇവിടെയും 2 യൂണിറ്റ് കുട്ടികൾ വീതം കൂടി. ശരിക്കും ഇത് എത്ര കൂടിയേക്കുന്നത്? 20 കൂടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2നെ 20 എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റ് ചെയ്തൂടെ? അപ്പോൾ 2 20 ആണെങ്കിൽ 1 എത്ര വന്നു? 1 10 വന്നു. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 10 ആയി. നമുക്ക് കാണേണ്ടത് ആദ്യത്തെ കേസിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? ടോട്ടൽ റേഷ്യോ വൈസ് എത്ര വന്നു? 2 + 3 5, 5 + 5 10. അപ്പോൾ ആദ്യം 10 യൂണിറ്റ് കുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ ഒരു യൂണിറ്റ് 10 ആണെങ്കിൽ 10 യൂണിറ്റ് എത്രയാണ്? 10 × 10 100 കുട്ടികളാണ് ആദ്യം ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, Somesh is a shopkeeper who gives 2 successive discounts on an umbrella marked at ₹560. The first discount given is 17%. If the customer Mahesh pays ₹420 for the umbrella, then find the second discount. Okay. ഒരു അംബ്രല്ലയുടെ മാർക്ക് പ്രൈസ് 560 രൂപയാണ്. ഇതിൽ ആദ്യം ഒരു 17% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ എത്രയോ പെർസെൻറ്റേജ് വേറൊരു ഡിസ്കൗണ്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 420 രൂപയ്ക്കാണ് മഹേഷ് വാങ്ങിച്ചത്. അതായത് സെല്ലിംഗ് പ്രൈസ് 420 ആണ്. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് രണ്ടാമത്തെ ഡിസ്കൗണ്ട് എത്രയെന്നാണ്. നമുക്കിത് റേഷ്യോ മെത്തഡിൽ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 17%, അതായത് 70/100 അങ്ങനെയല്ലേ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ മാർക്ക് പ്രൈസ്. അപ്പോൾ നമ്മൾ മാർക്ക് പ്രൈസിനെ 100 ആക്കി എടുക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 17. എത്ര വരിക? 83% എന്നാണ് വരിക. മനസ്സിലായല്ലോ? മാർക്ക് പ്രൈസ് 100 ആക്കി എടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 മൈനസ് ആ ഡിസ്കൗണ്ട്. അപ്പോൾ 100 മൈനസ് 17 83%. ഓക്കെ. മാർക്ക് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതുമ്പോൾ 100ഉം 83ഉം വന്നു. രണ്ടാമത്തെ നമുക്കറിയില്ല, എക്സും വൈയും ഇട്ടു. മാർക്ക് പ്രൈസ് ശരിക്കും മാർക്ക് പ്രൈസ് എത്രയാണ്? 560 ആണ്. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 420 ആണ്. ഓക്കെ അല്ലേ? നമുക്ക് കാണേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കാണാനായിട്ട്, അതായത് x/y കാണാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം? 83 × 560 ആദ്യം ചെയ്യാം. 83 × 560 ഡിവൈഡഡ് ബൈ 100 × 420. 100 × 420
സീറോയും കട്ട് ചെയ്തു. 7 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 8 6 എഗെയിൻ 4 3 25. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എത്ര വന്നത്? 83:75. ഇതിൽ എക്സും വൈയും ആരായിരുന്നു? മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും. മാർക്ക് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടി 83:75. അങ്ങനെയെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെ കാണും? സെല്ലിംഗ് പ്രൈസ് മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. എത്ര വരും? 83 75 കുറച്ച് കഴിഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 83 ഇൻറ്റു 100. അതായത് 800/83 എന്ന് വരും. 800/83 എത്രയാണ് ആൻസർ? 9 പോയിൻറ്റ് സംതിങ് അല്ലേ വരിക. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1. 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, Aravind deposited rupees 18,500 for 5 years at simple interest. After 5 years, he received rupees 4,625 as interest. The annual rate of interest was. Simple interest direct question ആണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ എത്രയാണ്? അത് പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ എത്ര രൂപയാണ്? 18,500 രൂപ. 5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയേക്കുന്ന ഇൻട്രസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നേക്കാണ് 4,625 രൂപ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് SI is equal to PNR ഡിവൈഡ് ബൈ 100. ഇതിൽ P ആരാ? P പ്രിൻസിപ്പലാണ്. N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. R റേറ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4,625 ഈക്വൽ ടു 18,500 ഇൻറ്റു 5 റേറ്റ് നമുക്കറിയില്ല ഡിവൈഡ് ബൈ 100. സീറോയും കട്ട് ചെയ്തു പോയി. ഇതിന് 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 9 45 എന്ന് വരും. 12 2 925 എന്നാണ് 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ വരിക. 185 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 925 കിട്ടുക? 185 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 25 925. അപ്പോൾ റേറ്റ് എത്രയായി? റേറ്റ് ഇസ് ഈക്വൽ ടു 5%. ഓപ്ഷൻ നമ്പർ 3 ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അടുത്തത്, the simple interest earned on rupees 7,000 in 2 years at the rate of R% per annum equals to simple interest earned on 5,000 at the rate of 5% per annum in 14 years. Find the value of R. ഇതിൽ 2 കേസ് ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ 2 കേസ് ഉണ്ട്. എങ്ങനെയാണ്? ആദ്യത്തേതിൽ 7,000 രൂപ 2 വർഷത്തേക്ക് എത്രയോ പെർസെൻറ്റേജിൽ ഇട്ടു. അപ്പോൾ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും 5,000 രൂപ 5% 14 വർഷത്തേക്ക് ഇട്ടപ്പോഴുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ കാണേണ്ടത് ആറിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 പേരുടെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് 2 ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ ആണ്. PNR/100 ആണ് 7,000. അപ്പോൾ ഈ ബൈ 100 ഉള്ളതുകൊണ്ട് എന്തായാലും കൂടെയുള്ള 2 0 കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിന് എഴുതുന്നില്ല. 70 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 ഇൻറ്റു R ഈക്വൽ ടു 50 ഇൻറ്റു 5,000 2 0 താഴത്തെ 100 ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. 5,000 ഇൻറ്റു 14 ഇൻറ്റു 5. സീറോയും കട്ട് ചെയ്തു. 7 ഇൻറ്റു 2 14 ആണ്. അപ്പോൾ ഈ 14 പോയി. പിന്നെ ആരാ ബാക്കിയുള്ളത്? 5 ഇൻറ്റു 5 എത്രയാണ്? 25%. 25% റേറ്റ്. ഓപ്ഷൻ D ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, find the length of a diagonal of a cuboid whose dimensions are 12 meter, 10 meter and 8 meter up to 1 decimal point. Okay. ക്യൂബോയിഡിൻ്റെ ഡയഗണൽ കാണാനാണ്. ക്യൂബോയിഡിൻ്റെ ഡയഗണൽ ആണെന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഡയഗണൽ ഇസ് ഈക്വൽ ടു √L² + B² + H². L² വാല്യൂ എത്രയാണ്? L 12 ആണ്. അപ്പോൾ 144. ഇവിടെയാണെങ്കിൽ 10ൻ്റെ സ്ക്വയർ 100, 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ 8 10 308. √302. അപ്പോൾ 302 എന്തായാലും എന്താ? സ്ക്വയർ റൂട്ട് ഇല്ലാത്ത നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് ഇതിന് എങ്ങനെയാണ് 302വിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് അടുത്ത് വരുന്ന നമ്പർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. 17ൻ്റെ സ്ക്വയർ എത്ര വരിക? 17ൻ്റെ സ്ക്വയർ 289 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടിയിട്ടുള്ള വാല്യൂ ആണ്. അടുത്ത വാല്യൂ ഏതാണ്? 18 ആണ്. 18ൻ്റെ സ്ക്വയർ 324 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണല്ലോ 308 വരിക. ഓപ്ഷനിൽ നോക്കുക. 17ഉം 18നും ഇടയ്ക്ക് എത്ര വാല്യൂ ഉണ്ട്? ആ ഒറ്റ വാല്യൂ ഉള്ളൂ.
ഓപ്ഷൻ നമ്പർ 3 17.54 മീറ്റർ. ഇതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഇല്ലാത്ത സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് ഏകദേശം ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 72. 72 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ ഏതാണ്? 72 എന്ന് പറയുന്നത് എന്താണ്? 72 ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഈ സംഖ്യകൾ എന്തായിരിക്കണം? 72 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് 9 വെച്ചിട്ടും അതേപോലെ തന്നെ 8 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളായിരിക്കണം. 8ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നോക്കുക? അവസാനത്തെ 3 അക്കങ്ങൾ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഡിജിറ്റിൻ്റെ സമ്മ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് സം നോക്കി നോക്കുക. ഇവിടെ എത്ര വരും? 10, 20, 28. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം 28 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. ബാക്കി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതേപോലെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. ഇത് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 28/8 എന്ന് പറയുമ്പോൾ എത്ര വരും? 3, 24, 40, 5. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷേ എങ്കിലും 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് 72ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, a number is first increased by 5% and then it is further increased by 20%. The original number is increased by. ഒരു സംഖ്യ ഉണ്ട്, അത് ആദ്യം 5% വർദ്ധിപ്പിച്ചു, പിന്നെ എന്ത് ചെയ്തു? ഒരു 20% കൂടി വീണ്ടും കൂട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നെറ്റ് നോക്കി കഴിയുമ്പോൾ ഇത് എത്ര ശതമാനമായിരിക്കും വർദ്ധിച്ചിട്ടുണ്ടാവുക? ഇത് റേഷ്യോ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. റേഷ്യോ മെത്തേഡ് ചെയ്യണത് 5%നെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/20 എന്ന് കിട്ടും. 1/20 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 5% ഇൻക്രീസ് ആയി. അതിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ, ഇനീഷ്യൽ വാല്യൂ നമുക്കത് അറിയില്ല, നമുക്ക് പെർസെൻറ്റേജ് മതി, അതുകൊണ്ട് ആക്ച്വൽ വാല്യൂ വേണ്ട, റേഷ്യോ മതി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ എത്രയാക്കി എടുക്കാം? ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക, 20. രണ്ടാമത്തെ വാല്യൂ കൂട്ടി കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുക, എത്ര? 21. അപ്പോൾ നമ്മൾ 5% എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിൽ ഓർക്കുക 5% ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 1/20 ആണ്. 1/20 എഴുതിയിട്ട് 5% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 21 ആയി. അങ്ങനെയാണെങ്കിൽ അടുത്തത് 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 5 എത്രയായി? 5, 6 ആയി. 5, 6 ആയി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100, 126 അല്ലേ? 100 ആയിരുന്നത് 126 ആയി. അപ്പോൾ എത്ര ശതമാനമാണ് ഇൻക്രീസ്? 100-ൽ നിന്നും 126 ആയി എന്ന് പറയുമ്പോൾ 26 വ്യത്യാസം. 100നെ ബേസ് ചെയ്ത് പറയുന്നതുകൊണ്ട് 26 തന്നെയാണ് പെർസെൻറ്റേജ് ഇൻക്രീസും. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ നമ്പർ 1 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, ദ മീൻ വെയ്റ്റ് ഓഫ് 32 സ്റ്റുഡൻറ്റ് ഇൻ എ ക്ലാസ് ഈസ് 50 kg. If the weight of the teacher be included, the mean rises by 500 gram. Find the weight of the teacher. Okay. 32 കുട്ടികളുടെ ആവറേജ് 50 kg ആണ്. അതിലേക്ക് ടീച്ചർ വന്നപ്പോൾ എന്ത് പറ്റി? എല്ലാവർക്കും 500 ഗ്രാം വെച്ചിട്ട് കൂടി അല്ലേ? നമ്മളത് ഡീവിഷൻ മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആവറേജിലൊരു മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഒബ്സർവേഷനിലും അതേ മാറ്റം വരും. ആവറേജ് കൂടിക്കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനും അത്രയും വെച്ചിട്ട് തന്നെ കൂടും. ആവറേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെച്ച് തന്നെ കുറയും. മൾട്ടിപ്ലൈഡ് ആയി കഴിഞ്ഞാൽ ആവറേജ് മൾട്ടിപ്ലൈഡ് ആയി കഴിഞ്ഞാൽ അതേ സംഖ്യ വെച്ചിട്ട് എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈഡ് ആകും. ഡിവിഷനിലും ഇതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 500 ഗ്രാം വെച്ച് കൂടി. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കെ ജിയാണ്? 500/1000 ഈക്വൽ ടു 0.5 kg. ഇപ്പോൾ എത്ര പേരുണ്ട്? ടീച്ചറും കൂടി വന്നപ്പോൾ 33 പേരായി. 33 പേരിലും ആവറേജ് 0.5 വെച്ച് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 പേരിലും എത്ര വെച്ച് കൂടി? 0.5 വെച്ചിട്ട് കൂടി. അപ്പോൾ 33 × 0.5 എത്രയാണ്? 16.5 kg ടോട്ടൽ കൂടി ടീച്ചർ വന്നപ്പോൾ. എത്രയിൽ നിന്ന്? ഓൾറെഡി ഉള്ള ആവറേജും ഉണ്ട്. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആവറേജ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വെയിറ്റും ടീച്ചർക്കുണ്ട്. അതേപോലെ തന്നെ ആവറേജ് 0.5 kg കൂടി. അപ്പോൾ 33 പേരിൽ 5 kg വെച്ച് കൂടിയപ്പോൾ 16.5 kg കൂടി. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് എത്രയായിരിക്കും? ആവറേജ് ആയിട്ടുള്ള 50 ഉണ്ടാകും, പിന്നെ ഇപ്പോൾ പറയുന്ന 16.5 ഉണ്ടാകും. അപ്പോൾ 66.5 kg ആണെന്ത്? ടീച്ചറുടെ വെയിറ്റ്. ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4 66.5 kg. ഓക്കെ ആണല്ലോ. അടുത്തത്, എ ഗ്രോസർ സെൽസ് പൾസസ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 13% ആൻഡ് യൂസസ് വെയിറ്റ് വിച്ച് ആർ 24 ലെസ് ദാൻ ദ മാർക്ക്ഡ് വെയിറ്റ്. The percentage of profit earned by him will be.
ഒരാൾ ഓൾറെഡി 13% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. അതുകൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും കൊടുക്കേണ്ടതിൽ നിന്നും 24% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇദ്ദേഹത്തിന് വരുന്ന പ്രോഫിറ്റ് ഇതാണ് കാണേണ്ടത്. കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ എടുക്കുക. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ 13% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 113 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇടയ്ക്കുള്ള 13 ആണ് എന്ത് ഒരു പ്രോഫിറ്റ്. അടുത്തത് 24% കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 24% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്, 100%ആണ്. അതിൽ നിന്ന് 24 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 76 കിട്ടും അല്ലേ. അപ്പോൾ ഇദ്ദേഹം 24% കുറച്ച് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കുന്നുള്ളൂ, 76 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾക്ക് എത്രയാണ് കയ്യിൽ നിന്ന് ചിലവാകുന്നുള്ളൂ, 76 kg അല്ലെങ്കിൽ 76 ഗ്രാമിന് എത്രയാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ അത്രയാണ് ഇദ്ദേഹത്തിന് ചിലവാകുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 76 ആണ് കോസ്റ്റ് പ്രൈസ്. അതേപോലെ എത്രയാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്, ഇത് ഫുൾ എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ 1 kg ആണെങ്കിൽ 1 kg മൊത്തം ഉണ്ട്, അല്ലെങ്കിൽ 1000 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം മൊത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എത്ര പൈസ കിട്ടും, ആ 100% കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായി, 100 രൂപ അല്ലെങ്കിൽ 100 യൂണിറ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 × 76, സെല്ലിംഗ് പ്രൈസ് 113 × 100. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 100ഉം 100ഉം കട്ട് ചെയ്ത് പോയി. കോസ്റ്റ് പ്രൈസിൻ്റെ സൈഡിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ സൈഡിലും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ എത്ര വന്നു ബാക്കി, 76ഉം 113. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 76 യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് 113 യൂണിറ്റായി. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരും, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 113/76 ഡിവൈഡ് ബൈ 76 ഇൻറ്റു 100. 37/76 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓപ്ഷൻ നമ്പർ 4 48.68% ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ കവേഴ്സ് 48 km at the speed of 8 km per hour, 36 km at the speed of 18 km per hour and 16 km at the speed of 8 km per hour. What is his average speed in covering the whole distance? ഒരാൾ ആദ്യത്തെ 48 കിലോമീറ്റർ എത്ര സ്പീഡിൽ പോയി, 8 km per hour പോയി. പിന്നുള്ളൊരു 36 കിലോമീറ്റർ 18 km per hour സ്പീഡിലും, പിന്നെ ഒരു 16 km per hour 8 km per hour പോയത്. 16 കിലോമീറ്റർ 8 km per hour പോയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാണാം, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെയാണെങ്കിൽ T1 + T2 + T3. അങ്ങനെ ടൈം കാണാം, നമുക്ക് നേരിട്ട് ടൈം തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്, 48 + 36 + 16. ഇതാണ് ടോട്ടൽ എന്ത് വരുന്നത്, ഡിസ്റ്റൻസ് വരുന്നത്. ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയൊക്കെയാണ്, ടൈം എത്രയൊക്കെയാണ്, 48/8. 48/8 ചെയ്യുമ്പോൾ 6 വന്നു. അതേപോലെ 36/18 2, 16/8 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 2 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 100/10 km per hour ആണ് ഈ ഒരു ജേർണിയുടെ ടോട്ടൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 20% ഓഫ് എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എ സെക്കൻഡ് നമ്പർ and the second number decreases to its 70%, then what is the ratio of first number to the second number? ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൻ്റെ 20% രണ്ടാമത്തെ ഒരു നമ്പറിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ നമ്പർ എന്തായിപ്പോയി, ആ രണ്ടാമത്തെ നമ്പറിൻ്റെ 70%ലേക്ക് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെയും റേഷ്യോ ആണ് വെച്ചേക്കുന്നത്. നമുക്ക് ആദ്യത്തെ നമ്പർ എക്സ് എന്നും രണ്ടാമത്തെ നമ്പർ വൈ എന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ 20%, എക്സിൻ്റെ 20% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 20/100 ആണ്. 20യുടെ ഫ്രാക്ഷൻ എത്ര വരും, എക്സ് ബൈ, അതായത് എക്സ് ഇൻറ്റു 20/100 ആണ്.
അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 5 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ x/5 എന്ന് നേരിട്ട് എഴുതിയാൽ മതി, അതിനുവേണ്ടി ചെയ്തതാണ്. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് എക്സിൻ്റെ 20%, ആദ്യത്തെ സംഖ്യയുടെ 20%, അതായത് 1/5. x/5 കുറച്ചപ്പോൾ എന്ത് പറ്റി? രണ്ടാമത്തെ സംഖ്യ 70% ആയിട്ട് കുറഞ്ഞു. രണ്ടാമത്തെ സംഖ്യ y ആണ്, അതിൻ്റെ 70% എന്ന് പറയുമ്പോൾ 70/100, 0 കട്ട് ചെയ്തു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5y മൈനസ് എക്സ് ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 7y/10. 10ഉം 5ഉം കട്ട് ചെയ്തു, അപ്പോൾ 2 വന്നു. ഇനി എന്ത് ചെയ്യണം? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 പുറത്തേക്ക് പോകും. 2 പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ വരും? 10y മൈനസ് 2x ഇസ് ഈക്വൽ ടു 7y. 2x ഇസ് ഈക്വൽ ടു 3y എന്ന് വന്നു. x/y എത്രയായി? 3/2. 3/2 എന്ന് പറയുമ്പോൾ 3:2. ഓപ്ഷൻ നമ്പർ 1 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് തേർഡ് പ്രൊപ്പോർഷൻ കാണാനാണ്. എങ്ങനെ തേർഡ് പ്രൊപ്പോർഷൻ കാണുക? 3 നമ്പർ A/B/C പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B ഈക്വൽ ടു B/C. ഇതിൽ സീനെയാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ A/B 16/24 ഈക്വൽ ടു 24/x. 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 4, 6. അപ്പോൾ x എത്ര വന്നു? 6 × 6 36. ക്ലിയർ അല്ലേ? അടുത്തത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ TV ഈസ് ലിസ്റ്റഡ് അറ്റ് 24,500. If its selling price is 20,090 rupees, then what is the discount percentage? ഒരു ടിവിയുടെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 24,500 രൂപ. സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 20,090 രൂപ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടാൽ മതി. എങ്ങനെയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണുന്നത്? മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 24,500 ആണ്. സെല്ലിംഗ് പ്രൈസ് 20,090 ആണ്. എത്ര വന്നു? 4410 അല്ലേ? കുറയ്ക്കുമ്പോൾ ഓക്കെ. മാർക്കറ്റ് പ്രൈസ് 24,500 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. ഓക്കെ. 4,410 245 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 18% ആണ് ആൻസർ വരിക. ഓപ്ഷൻ നമ്പർ 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. In class 1 there are 12 students of average age 20 years and in class 2 there are 16 students of average age 23 years. What will be the approximate average age for all the students of these two classes? ആവറേജ് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 2 ഗ്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ 12 കുട്ടികൾ, ആവറേജ് 20 വയസ്സാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ 16 കുട്ടികൾ, ആവറേജ് 23 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അപ്രോക്സിമേറ്റ് ആവറേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 12 പേർക്ക് 20. അപ്പോൾ ടോട്ടൽ എത്ര വരും? 240 എന്ന് വരും. 16 പേർക്ക് 23, 368 എന്ന് വരും. അപ്പോൾ ടോട്ടൽ സം എത്രയായി? 8, 10, 6. ടോട്ടൽ സം 608 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 12 + 16 28 ആണ്. ഓക്കെ. 152/7. 152/7 ചെയ്യുമ്പോൾ എത്ര വരും? 152/7. 2, 14, 12, 1, 21.7. 21.7 എത്രയാണ്? ഓപ്ഷൻ നമ്പർ 1. നമുക്കിവിടെ 21 കിട്ടുമ്പോൾ തന്നെ നിർത്താം, കാരണം 21 വെച്ചിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സി ഈസ് 2/3 ഓഫ് ഡി ആൻഡ് ഡി ഈസ് 3/8 ഓഫ് ഇ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സി ആൻഡ് ഡി. ഓക്കെ. സി ഡിയുടെ 2/3 ആണ്. അപ്പോൾ C/D, അതായത് C/D എത്ര വരും? 2:3. ഓക്കെ അല്ലേ? അടുത്തതിൽ ഡി 3/8 ഓഫ് ഇ ആണ്. അപ്പോൾ D/E അല്ലെങ്കിൽ D/E എത്ര വന്നു? 3/8 വന്നു. അപ്പോൾ നമുക്ക് നേരെ എഴുതി കഴിഞ്ഞാൽ C/D/E. സിയും ഡിയും 2:3, ഡിയും ഇയും അടുത്ത ലൈനിൽ എഴുതുക 3:8. ഇവിടെ 2 കേസിലും ഡിയുടെ വാല്യൂ 3 തന്നെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ല. സിൻ്റെയും ഇൻ്റെയാണ് കാണേണ്ടത്. സിൻ്റെ ഇൻ്റെ എത്രയാണ്? 2:8. 2:8 ഒന്നുകൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1:4.
ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ആദ്യത്തെ ഷിഫ്റ്റിൽ 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.